നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പെരുമ്പളിശ്ശേരിയിൽ ഓടിക്കൊണ്ടിരുന്ന പെട്ടിയോട്ടോയിൽ ഏണിയിൽ കയറി നിന്ന് KICB കരാർ തൊഴിലാളിയുടെ സാഹസിക അറ്റകുറ്റപ്പണി. പെരുമ്പളിശ്ശേരി സെന്ററിലാണ് അപകടത്തിന് കാരണമാകും വിധം കരാർ തൊഴിലാളി പണിയെടുത്തത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് CDS വാർഷികം ആഘോഷിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് ആദരവോടെയായിരുന്നു വാർഷികാഘോഷം. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയുടെ ഭാഗമായി മത്സ്യവിത്ത് നിക്ഷേപം നടത്തി. വല്ലച്ചിറ, ചേർപ്പ് ഗ്രാമപഞ്ചായത്തുകളിലെ 3 കടവുകളിലാണ് മത്സ്യവിത്ത് നിക്ഷേപിച്ചത്. വാർത്തകൾ വിശദമായി. പെരുമ്പളിശ്ശേരിയിൽ ഓടിക്കൊണ്ടിരുന്ന പെട്ടിയോട്ടോയിൽ ഏണിയിൽ കയറി നിന്ന് KICB കരാർ തൊഴിലാളിയുടെ സാഹസിക അറ്റകുറ്റപ്പണി. പെരുമ്പളിശ്ശേരി സെന്ററിലാണ് അപകടത്തിന് കാരണമാകും വിധം കരാർ തൊഴിലാളി പണിയെടുത്തത്. ഓടിക്കൊണ്ടിരുന്ന പെട്ടിയോട്ടോയ്ക്ക് പുറകിലെ ഗ്രില്ലിൽ കെട്ടിവെച്ച ഏണിയുടെ മുകൾ ഭാഗത്തെ പടിയിൽ കയറി നിൽക്കുന്ന തൊഴിലാളി. റോഡിന് കുറുകെയുള്ള കേബിളുകൾ തൊഴിലാളി ഏണിയിൽ നിന്ന് തന്നെ ഉയർത്തി ക്രമപ്പെടുത്തുന്നുണ്ട്. പൊതുജനങ്ങളെ ആശങ്കയിലാഴ്ത്തിയ ഈ കാഴ്ച പുറകിലെ വാഹനയാത്രക്കാരിൽ ഒരാളാണ് മൊബൈൽ ഫോണിൽ പകർത്തിയത്. ജീവന് തന്നെ കടുത്ത ഭീഷണിയാകും വിധത്തിൽ ഇത്തരം പണിയിലേർപ്പെട്ടത് ഏറെ ആശങ്കയുളവാക്കിയതായി നാട്ടുകാർ പറയുന്നു. യാതൊരുവിധ സുരക്ഷാ മുൻകരുതലുകളൊന്നും സ്വീകരിക്കാതെയുള്ള ഇത്തരം ജോലികളിൽ നിന്ന് തൊഴിലാളികൾ വിട്ടുനിൽക്കണമെന്നും നാട്ടുകാർ പറയുന്നു. ഇതോടൊപ്പം പൊതുഗതാഗത നിയമലംഘനവും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. വൈദ്യുതി ജീവനക്കാർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും സംഭവത്തിൽ KICB അധികൃതരുടെ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യവും ശക്തമാണ്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് CDS വാർഷികം ആഘോഷിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് ആദരവോടെയായിരുന്നു വാർഷികാഘോഷം. CC മുകുന്ദൻ MLA വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. 1997 നമ്മൾ ഈ പ്രവർത്തനം ആരംഭിച്ചത്. അന്നത്തെ കേന്ദ്രത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ കേരളത്തിൽ വെച്ച് തന്നെയാണ് ഇത് ഉദ്ഘാടനം നടന്നത്. അപ്പോൾ കേരളത്തിൽ ഉദ്ഘാടനം നടക്കുമ്പോൾ തന്നെ നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. കുടുംബശ്രീ ഉണ്ടായി, കുടുംബശ്രീയുടെ കഷ്ടപ്പാടും ദുരിതമൊക്കെ പരിഹരിച്ച് നല്ല മൂവ്മെൻറ്റിലാണ് പോകുന്നത് ചേർപ്പ് മേഖല എന്നുള്ളതുകൊണ്ട് പോരാ, എൻ്റെ തുടക്കം അവസാനം വരെ എന്തായിരിക്കണമെന്നും എന്തൊക്കെയാണ് നമ്മൾ ചെയ്ത് തീർക്കേണ്ടതിനെ കുറിച്ച് പഠിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇനിയും. അപ്പോൾ ഇത് 1997 ആരംഭിച്ചു. കേരളത്തിൽ 98-99 വർഷത്തിലാണ് നമ്മുടെ കുടുംബശ്രീയുടെ പ്രവർത്തനം ആരംഭിച്ചത്. ആരംഭിക്കുമ്പോൾ തന്നെ അയൽക്കൂട്ടങ്ങളായിരുന്നു. അയൽക്കൂട്ടങ്ങളുടെ മൊത്തത്തിലുള്ള കൂട്ടായ പ്രവർത്തനമാണ് CDSലും ADSലും കയറി വരുന്നത്. CDS ചെയർപേഴ്സൺ ശ്രീവള്ളി ബാബു അധ്യക്ഷയായി. ബൾക്ക് ലോൺ ഉദ്ഘാടനം ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് മുഖ്യാതിഥിയായി. കുടുംബശ്രീ ചാർജ് ഓഫീസർ രാജലക്ഷ്മി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യ രമേശ്, അംഗങ്ങളായ ശ്രുതി ശ്രീശങ്കർ, KB പ്രജിത്ത്, അമ്പിളി മോഹൻ, അൽഫോൺസ പോൾസൺ, സുനിത ജിനു, നസീജ മുത്തലീഫ്, ധന്യ സുനിൽ, സിനി പ്രദീപ്, പ്രിയലത പ്രസാദ്, ഉപസമിതി കൺവീനർ ലിസി ഡേവിസ്, രാഗി സുരേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുടുംബശ്രീ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയുടെ ഭാഗമായി മത്സ്യവിത്ത് നിക്ഷേപം നടത്തി. വല്ലച്ചിറ, ചേർപ്പ് ഗ്രാമപഞ്ചായത്തുകളിലെ 3 കടവുകളിലാണ് മത്സ്യവിത്ത് നിക്ഷേപിച്ചത്.
ജില്ലയിലെ വിവിധ ഉൾനാടൻ പൊതുജലാശയങ്ങളിലെ മത്സ്യവിത്ത് നിക്ഷേപിക്കലാണ് പദ്ധതി. ജില്ലാ പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയുടെ ഭാഗമായാണ് മത്സ്യവിത്ത് നിക്ഷേപിക്കൽ നടത്തിയത്. പീച്ചി മത്സ്യഭവന കീഴിൽപ്പെടുന്ന വല്ലച്ചിറ പഞ്ചായത്തിലെ കടലാശ്ശേരി, മന്ദാരം കടവ്, ചേർപ്പ് പഞ്ചായത്തിലെ ചെറിയപാലം എന്നീ കടവുകളിൽ പദ്ധതി പ്രകാരം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. ഉൾനാടൻ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനായി ആവിഷ്കരിച്ചതാണ് പദ്ധതി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ചേർപ്പ് ഡിവിഷൻ അംഗം VG വനജകുമാരി ഉദ്ഘാടനം ചെയ്തു. തദ്ദേശീയ മത്സ്യങ്ങളെയാണ് കടവുകളിൽ നിക്ഷേപിച്ചത്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് അധ്യക്ഷനായി. ചേർപ്പ് ബ്ലോക്ക് മെമ്പർ NT സജീവൻ, വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് മെമ്പർ രവീന്ദ്രനാഥൻ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ചെറിയപാലം കടവിൽ നടന്ന മത്സ്യവിത്ത് നിക്ഷേപിക്കൽ ചടങ്ങിൽ ചേർപ്പ് ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ അധ്യക്ഷയായി. അസിസ്റ്റന്റ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ PF ഫാത്തിമ, അക്വാകൾച്ചർ പ്രൊമോട്ടർമാരായ സുബിത, ശ്രീകുമാർ, എന്യൂമറേറ്റർ കൃഷ്ണ പങ്കജ്, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ചേർപ്പിൽ LDF പ്രതിഷേധം. LDF ചേർപ്പ് പഞ്ചായത്ത് കമ്മിറ്റിയാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. CPI ചേർപ്പ് മണ്ഡലം സെക്രട്ടറി KK ജോബി ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ജനാധിപത്യ സംവിധാനങ്ങളും ഈ കേരളത്തിലുണ്ട്. അത്രമേൽ പരിഷ്കരിക്കപ്പെട്ട വോട്ടർ പട്ടികയാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ നിലനിൽക്കുന്നത്. സമയബന്ധിതമായി എല്ലാ തെരഞ്ഞെടുപ്പുകളും കൃത്യതയോടുകൂടി നടക്കുന്ന സംസ്ഥാനമാണ് കേരളം. നമുക്കറിയാം എത്ര വിപുലമായ ജനാധിപത്യ സംവിധാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, സഹകരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, കലാലയങ്ങളിലെ യൂണിയനുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ഇങ്ങനെ എത്രയെല്ലാം വിഭിന്നങ്ങളായ തെരഞ്ഞെടുപ്പുകൾ ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നു. ഒരാൾക്കും ഒരു വിധത്തിലുമുള്ള ആക്ഷേപങ്ങളില്ലാത്ത വിധത്തിലേക്ക് കേരളത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ കൊണ്ടുപോകാൻ PK ലോഹിതാക്ഷൻ അധ്യക്ഷനായി. CPM ഏരിയ കമ്മിറ്റി അംഗം KK അനിൽ, M നാരായണദാസ്, AV സഹദേവൻ, M മധു, PS സനന്ദ് എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് പാറളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മരണത്തിന്റെ ഭാഗമായി ഉമ്മൻചാണ്ടി ഫോട്ടോ അനാച്ഛാദനവും നടത്തി. DCC സെക്രട്ടറി TK പൊറിഞ്ചു അനുസ്മരണ പ്രഭാഷണം നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് നേതാക്കളായ K നന്ദകുമാർ, ടോമി പെല്ലിശ്ശേരി, AD ജോണി, ജോജോ ചിറമൽ, INTUC മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ്, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ശോഭന ശ്രീനിവാസൻ, KSU നേതാവ് ഗോകുൽ പള്ളിപ്പുറം, പഞ്ചായത്ത് അംഗം ജൂബി മാത്യു, മണ്ഡലം നേതാക്കളായ ഇട്ടേശൻ, AA റപ്പായി, ഡേവിസ് കണ്ണനായ്ക്കൽ, ആന്റണി തെക്കേക്കര, മാലതി പരമേശ്വരൻ, പോൾ കുന്നൻ, ജോസ് ചാഴൂർ, ഡെൻസൻ ചിറയത്ത് എന്നിവർ സംസാരിച്ചു. ആർദ്രം കേരള പുരസ്കാര നിറവിൽ പാറളം ഗ്രാമപഞ്ചായത്ത്. ഇത് 2ാം തവണയാണ് ആർദ്രം കേരള പുരസ്കാരത്തിന് പാറളം പഞ്ചായത്ത് അർഹമാകുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൽ നിന്ന് പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ പുരസ്കാരം ഏറ്റുവാങ്ങി. മഹാമാരികളെ പ്രതിരോധിക്കേണ്ട ആരോഗ്യ സ്ഥാപനങ്ങളുടെ മികവിനാണ് സർക്കാർ ആർദ്രം കേരള പുരസ്കാരം ഏർപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം ദേശീയ അംഗീകാരമായ NQS പാറളം പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ലഭിച്ചിരുന്നു. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന ആരോഗ്യരംഗത്തെ മികവാണ് തുടർച്ചയായുള്ള അംഗീകാരത്തിന് കാരണം. തളിക്കുളം ലയൺസ് ക്ലബ്ബ് നവംബർ 2-ന് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. തളിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് നടക്കുക. ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് മെഡിക്കൽ ക്യാമ്പ് നടക്കുക. ചേറ്റുവ ഫീനിക്സ് മെഡിസിറ്റി, കൊച്ചിൻ ഐ ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, പാടത്തിപ്പറമ്പിൽ പാരമ്പര്യ പഞ്ചകർമ്മ ചികിത്സാലയം എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സൗജന്യ നേത്ര പരിശോധന, തിമിര ശസ്ത്രക്രിയ, ജനറൽ മെഡിസിൻ, BP പരിശോധന, പീഡിയാട്രീഷ്യൻ, തൈറോയ്ഡ് പരിശോധന, പ്രമേഹ രോഗനിർണയം, ആയുർവേദ പരിശോധന എന്നിവയ്ക്കൊപ്പം സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടാകും. ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9388553641 എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് സംഘാടകർ അറിയിച്ചു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CBK ലാൽ, സെക്രട്ടറി നന്ദകുമാർ കുനിയത്ത്, ട്രഷറർ AP രാമകൃഷ്ണൻ, PK തിലകൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മെഡിക്കൽ ക്യാമ്പ് നടത്താൻ പോവുകയാണ്. അത് ഈ വരുന്ന സൺഡേ, അതായത് നവംബർ 2 ഞായറാഴ്ച കാലത്ത് 9 മണിക്ക് തളിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ചിട്ടാണ് നടത്തുന്നത്.
ഈ മെഗാ മെഡിക്കൽ ക്യാമ്പിന്റെ പ്രത്യേകത ഇതിലുള്ള എല്ലാ ചികിത്സകളും രോഗനിർണയവും മരുന്നും എല്ലാം സൗജന്യമായിരിക്കും. അപ്പം നമ്മുടെ ഈ തളിക്കുളത്തെ അല്ലെങ്കിൽ ഈ തൃക്കാറിലെ നാട്ടികയിലെ എല്ലാ നാട്ടുകാർക്കും ഈ സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത് അതിൻ്റെ ഉപയോക്താക്കളാവുന്നതാണ്. ഇത് ഞങ്ങൾ തളിക്കുളം ലയൺസ് ക്ലബ്ബ് സഹകരിച്ച് കൊണ്ട് പ്രധാനമായിട്ട് ഫീനിക്സ് മെഡിസിറ്റി, അതായത് നമ്മുടെ ബന്ധത്ത് TM ഹോസ്പിറ്റൽ ചേരുവ, അതുപോലെ തന്നെ കൊച്ചിൻ ഐ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, അതുപോലെ പാടത്തിപ്പറമ്പിൽ പാരമ്പര്യ പഞ്ചകർമ്മ ചികിത്സാലയം, അങ്ങനെ 3 സ്ഥാപനങ്ങളായിട്ടാണ് സഹകരിച്ചാണ് ഈ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത്. നാട്ടികയിൽ ഒഴിഞ്ഞുകിടന്നിരുന്ന വീട്ടിൽ മോഷണ ശ്രമം നടത്തിയ തമിഴ്നാട് സ്വദേശിയെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി കേസുകളിലെ പ്രതിയായ തമിഴ്നാട് സ്വദേശി വീരമണിയാണ് അറസ്റ്റിലായത്. വീരമണി നാട്ടികയിൽ സെപ്റ്റിക് ടാങ്ക് ക്ലീനിംഗ് ജോലിയാണ് ചെയ്തു വരുന്നത്. ഒക്ടോബർ 28 രാത്രി 8:30യോടെയാണ് സംഭവം. വടാനപ്പള്ളി സ്വദേശി നിസാറിന്റെ നാട്ടിക JK തിയേറ്ററിന് സമീപത്തുള്ള ഒഴിഞ്ഞുകിടന്നിരുന്ന തറവാട് വീടിന്റെ വാതിൽ കല്ലുകൊണ്ട് പൊളിച്ച് അകത്തു കയറാൻ ശ്രമിക്കുന്നതിനിടെ ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ വലപ്പാട് പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സംഘം സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെ പ്രതിയെ പിടികൂടുകയായിരുന്നു. വീരമണി ഗുരുവായൂർ, വലപ്പാട്, കൊടുങ്ങല്ലൂർ, മതിലകം, ചാവക്കാട് പോലീസ് സ്റ്റേഷനുകളിലായി 6 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ A. അനിൽകുമാർ, സബ് ഇൻസ്പെക്ടർ CN എബിൻ, GASI സൈഫുദ്ദീൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുബി സെബാസ്റ്റ്യൻ, സിവിൽ പോലീസ് ഓഫീസർ ജസ്ലിൻ തോമസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ചന്ദ്രാപെന്നി കണ്ണംപുള്ളിപ്പുറം വായനശാലയും ചന്ദ്രാപെന്നി മേഖല പുരോഗമ കലാ സാഹിത്യ സംഘവും ചേർന്ന് വയലാർ രാമവർമ്മ അനുസ്മരണം സംഘടിപ്പിച്ചു. വയലാർ ഗാനസന്ധ്യയോടെയായിരുന്നു അനുസ്മരണം. കേരള കലാമണ്ഡലം എക്സിക്യൂട്ടീവ് അംഗം AV സതീഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർപേഴ്സൺ ഹേന രമേശ് അധ്യക്ഷയായി. താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം KA കൊച്ചുമോൻ, പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കൌൺസിൽ അംഗം PA ഷാനവാസ്, സതീഷ് കുമാർ വിശാഖപട്ടണം, TN അജയ്കുമാർ, MM പ്രതാപൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗ്രാമഫോൺ ചന്ദ്രാപിന്നി നയിച്ച വയലാർ ഗാനങ്ങളുടെ അവതരണം നടന്നു. കിടപ്പ് രോഗികൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്ത് പെരിഞ്ഞനം ശ്രീനാരായണ ചാരിറ്റബിൾ ട്രസ്റ്റ്. പെരിഞ്ഞനം പഞ്ചായത്തിലെ 75 കിടപ്പ് രോഗികൾക്കാണ് ട്രസ്റ്റ് ഭക്ഷ്യധാന്യ കിറ്റുകൾ നൽകിയത്. ട്രസ്റ്റ് അംഗമായ കൊച്ചിപ്പറമ്പത്ത് ശ്രീകാന്തിന്റെ മകൻ അബിത്ലാലിന്റെ വിവാഹത്തോടനുബന്ധിച്ചാണ് ട്രസ്റ്റ് മുഖേന രോഗികൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകാൻ തീരുമാനിച്ചത്. ഭക്ഷ്യധാന്യ കിറ്റ് ഏർപ്പെടുത്തിയ ട്രസ്റ്റ് അംഗം ശ്രീകാന്ത് കൊച്ചിപ്പറമ്പത്ത് വിതരണവും നിർവഹിച്ചു. ട്രസ്റ്റ് രക്ഷാധികാരി KK ബാബുരാജൻ അധ്യക്ഷനായി. KS അബിത്ലാൽ, ബിജിത്ലാൽ, ട്രസ്റ്റ് പ്രസിഡന്റ് KG സുവർണൻ, സെക്രട്ടറി MP ജ്യോതിഷ്, അശോകൻ കാരയിൽ, ശോഭന പ്രതാപൻ, KV കൃഷ്ണലാൽ, KR ബാലൻ, MV സുകുമാരൻ എന്നിവർ പങ്കെടുത്തു. പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിച്ച 1000 കാര്യങ്ങളിൽ 985 കാര്യങ്ങളും ഇടത് സർക്കാർ പൂർത്തീകരിച്ചതായി കായിക വകുപ്പ് മന്ത്രി V. അബ്ദുൾ റഹ്മാൻ. മതിലകം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് വിപുലീകരണത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പുതുതലമുറയ്ക്ക് ആവശ്യമായ സംവിധാനങ്ങളാണ് സർക്കാർ ഒരുക്കിയിട്ടുള്ളത്. കേരളത്തെ മാറ്റിമറിച്ച അധികാര വികേന്ദ്രീകരണം എന്ന പ്രസ്ഥാനത്തിലൂടെ ഗ്രാമപ്രദേശങ്ങളെ നഗരപ്രദേശത്തിന് തുല്യമാക്കാനായി. ഗ്രാമപ്രദേശങ്ങളിൽ ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത് അധികാര സ്ഥാപനങ്ങളെ അറിയിക്കുകയും അതുവഴി വികസനം സാധ്യമാക്കാനും സാധിച്ചു. ഇതിന്റെ ഫലമാണ് കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തെ രാജ്യാന്തര തലങ്ങളിലേക്ക് എത്തിച്ചതെന്നും മന്ത്രി പറഞ്ഞു. E.T. ടൈസൺ MLA അധ്യക്ഷനായി. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, വൈസ് പ്രസിഡന്റ് TS രാജു, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK പ്രേമാനന്ദൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ ഹരിലാൽ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ, പഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി KS രാമദാസ്, പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TK സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിലെ പുല്ലൂറ്റ് ഒറ്റയ്ക്ക് താമസിക്കുന്നയാളെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പുല്ലൂറ്റ് വിയത്തുകുളം PW കോളനിയിൽ താമസിക്കുന്ന മുത്തോളാൻ വീട്ടിൽ 52 വയസ്സുള്ള സിബി എന്ന ഉണ്ണികൃഷ്ണനെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ചൊവ്വാഴ്ച ഇയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹത്തിന് 10 ദിവസത്തെയെങ്കിലും പഴക്കമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് സംസ്കരിക്കും. മതിലകത്ത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാതയുടെ സൈഡ് ഭിത്തിയുടെ സ്ലാബ് ഇടിഞ്ഞു വീണു. സർവീസ് റോഡിലൂടെ കടന്നുപോയ കാർ യാത്രികർ രക്ഷപ്പെട്ടത് തലനാരിഴക്കെ.
മതിലകം ബൈപ്പാസിലെ പള്ളിവളവ് അടിപ്പാതയ്ക്ക് തെക്ക് ഭാഗത്ത് ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. 4 ദിവസം മുൻപാണ് സ്ലാബ് സ്ഥാപിച്ചിരുന്നത്. എന്നാൽ മണ്ണിട്ടുറപ്പിക്കുകയും ബെൽറ്റ് പിടിപ്പിക്കുന്നതിനു മുൻപാണ് സ്ലാബ് വീണത്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട വാഹനം മുകളിലൂടെ കടന്നുപോയപ്പോഴുണ്ടായ വൈബ്രേഷൻ മൂലമാണ് സ്ലാബ് ഇളകി വീണതെന്ന് പറയുന്നു. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വൊക്കേഷണൽ ടീച്ചർ MRRTV എന്ന തസ്തികയിൽ ഗസ്റ്റ് അധ്യാപകനെ നിയമിക്കുന്നു. താൽക്കാലിക വ്യവസ്ഥയിലാണ് നിയമനം. ബിടെക്, ECE, EEE ആണ് യോഗ്യത. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ കൂടിക്കാഴ്ചയ്ക്കായി നവംബർ 4 രാവിലെ 11:30 അസൽ സർട്ടിഫിക്കറ്റുകളുമായി സ്കൂളിൽ നേരിട്ട് ഹാജരാകേണ്ടതാണെന്ന് പ്രിൻസിപ്പാൾ അറിയിച്ചു. ബന്ധപ്പെടേണ്ട നമ്പർ 9847365122. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 11,220 രൂപ, പവന് 89,760 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പെരുമ്പിളിശ്ശേരിയിൽ ഓടിക്കൊണ്ടിരുന്ന പെട്ടിയോട്ടോയിൽ ഏണിയിൽ കയറി നിന്ന് KICB കരാർ തൊഴിലാളിയുടെ സാഹസിക അറ്റകുറ്റപ്പണി. പെരുമ്പിളിശ്ശേരി സെന്ററിലാണ് അപകടത്തിന് കാരണമാകും വിധം കരാർ തൊഴിലാളി പണിയെടുത്തത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് CDS വാർഷികം ആഘോഷിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് ആദരവോടെയായിരുന്നു വാർഷികാഘോഷം. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയുടെ ഭാഗമായി മത്സ്യവിത്ത് നിക്ഷേപം നടത്തി. വല്ലച്ചിറ, ചേർപ്പ് ഗ്രാമപഞ്ചായത്തുകളിലെ 3 കടവുകളിലാണ് മത്സ്യവിത്ത് നിക്ഷേപിച്ചത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.